യൂട്രസിലെ ഫൈബ്രോയിഡ്സ് എന്ന സ്ത്രീകളുടെ കോമൺ ഒരു സംശയമായിട്ട്. ഡോക്ടർ, എനിക്ക് യൂട്രസിനകത്ത് മുഴയുള്ളത് കൊണ്ട് എല്ലാ ഡോക്ടേഴ്സും എന്നോട് പറയുന്നു യൂട്രസ് റിമൂവ് ചെയ്യാൻ. പക്ഷേ യൂട്രസിനകത്തെ മുഴകൾ മാത്രം റിമൂവ് ചെയ്താൽ പോരെ, യൂട്രസ് റിമൂവ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താ? മുഴയുടെ ലൊക്കേഷൻ, മുഴ എത്ര എണ്ണം ഉണ്ട്, സ്ത്രീയുടെ പ്രായം, കുട്ടികളായോ, പീരീഡ്സ് നിൽക്കാറായോ, ഇങ്ങനെ കുറേ ഘടകങ്ങളുണ്ട്. എന്ത് കംപ്ലൈൻറ്റുമായിട്ടാണ് ഡോക്ടറുടെ അടുത്ത് ചെന്നത്? ബ്ലീഡിങ് ആയിട്ടാണോ, നിൽക്കാത്ത രക്തപ്രവാഹമായിട്ടാണോ, ഇനി മൂത്രം ഒഴിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിട്ടാണോ, മലം പോകാനുള്ള ബുദ്ധിമുട്ടുകളായിട്ടാണോ, നടുവേദനയായിട്ടാണോ, പല പല കംപ്ലയിൻറ്റ്സ് ആയിട്ടാണല്ലോ ഈ മുഴകൾ സ്ത്രീകൾക്ക് വരാറ്, കംപ്ലയിൻറ്റ്സ് വരാറ്. സോ ഇതിലേത് കംപ്ലയിൻ്റ് ആണ്, എന്താണ് ആ സ്ത്രീയുടെ പ്രായം, കുട്ടികളായോ, ഇതെല്ലാം കുറേ ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് ഈ മുഴ മാത്രം എടുത്താൽ മതിയോ അതോ യൂട്രസ് എടുക്കണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. മുഴ മാത്രം എടുത്താലുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അടുത്ത വർഷം അല്ല അതിൻ്റെ അടുത്ത വർഷം വീണ്ടും ഒരു മുഴ വരത്തില്ലെന്ന് യാതൊരു ഗ്യാരൻറ്റിയും ഇല്ല. സോ മുഴയുടെ ലൊക്കേഷനും എന്ത് ടൈപ്പ് മുഴയാണ്, ഉടനെ എടുക്കേണ്ട ഒന്നാണോ, ഇല്ല പീരീഡ് നിൽക്കാനായൊരു സ്ത്രീ ആണെങ്കിൽ ഒരു പക്ഷേ മുഴ മാത്രം എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ പീരീഡ്സ് അങ്ങ് നിന്നോളും. അത് ആ സമയത്ത് ഇനി പുതിയ മുഴകൾ വരാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ ഫാമിലി കംപ്ലീറ്റ് ആയ എന്നാൽ മെനപ്പോസ് ആകാത്തൊരു സ്ത്രീ ആണെങ്കിൽ മുഴ മാത്രം എടുത്തുകൊണ്ട് പ്രത്യേകിച്ചൊരു മെച്ചം വരുന്നില്ല. ഈ മുഴ എടുത്താൽ തന്നെ ഇനി പുതിയ മുഴ വരാതിരിക്കാൻ അഡീഷണൽ ട്രീറ്റ്മെൻറ്റ്, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യകതയുണ്ട്. സോ മിക്കവാറും മെനപ്പോസ് ആകാത്ത അല്ലെ പെരിമെനപ്പോസിലായ സ്ത്രീകളോട് ഡോക്ടേഴ്സ് പറയാറുണ്ട്, ഡിപ്പെൻഡിങ് ഓൺ മുഴ ഇരിക്കുന്ന ലൊക്കേഷൻ, മുഴയുടെ ആ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതിൻ്റെ ആധിക്യം, അതിൻ്റെ തീവ്രത, അതെല്ലാം അനുസരിച്ചിട്ടാണ് അങ്ങനെ പറയാറ്. അല്ലാതെ മുഴ മാത്രം എടുത്താൽ മതി അങ്ങനെയുള്ളൊരു പേഷ്യൻ്റ് ആണെങ്കിൽ ഒരിക്കലും നിർബന്ധിച്ച് ഹിസ്റ്റക്ടമി ചെയ്യിക്കാറില്ല. ഓക്കെ.